Hello everyone, welcome back to Silent Learning. നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഇംഗ്ലീഷ് എക്സാമിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത്. സപ്പോസ് നിങ്ങളുടെ ഓണം എക്സാമിന് ഓണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയ പാറ്റേണിൽ ഈ ഒരു ഇമെയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 5-6 മാർക്കിന്, ആക്ച്വലി 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ അങ്ങോട്ട് സെറ്റ് ആക്കാൻ പോണ ഒരു കുഞ്ഞു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതൊരു ഇമെയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആക്കാം. ഡാം ഷുവർ. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് നോക്കിയാലോ. ഇവിടെ ക്വസ്റ്റ്യൻ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കിക്കോ, ഇവിടെ ക്വസ്റ്റ്യൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് കോൺസെപ്റ്റ് ഓഫ് ഡെപ്റ്റ് ബിയണ്ട് മണി ഇൻ സെൽമാ ലാഗ്രോഫ് സ്പീച്ച് റിയലി ഇംപ്രസ് യു അലോട്ട്. നിങ്ങളുടെ സെൽമാ ലാഗ്രോഫിന്റെ ആ ഒരു സ്പീച്ചും കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ എല്ലാവരോടുമുള്ള ആ ഒരു കടപ്പാടുകളും സെൽമാ ലാഗ്രോഫ് പണത്തിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് മനസ്സിലായി. എന്നിട്ട് യു ഡ്രാഫ്റ്റ് an email to one of your friends. നിങ്ങളുടെ കൂട്ടുകാരികളിൽപ്പെട്ട ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ നിങ്ങൾ ഇമെയിൽ അയക്കുകയാണ്. ഷെയറിംഗ് ദ ഇൻസൈറ്റ് ദാറ്റ് യു ഗെയിൻ ഫ്രം ദ സ്പീച്ച്. നിങ്ങൾ ആ സെൽമാ ലാഗ്രോഫിന്റെ ആ ഒരു സ്പീച്ചിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? കോർ പോയിന്റ്സ് മാത്രം. വലിയൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതാണോ? നോ. ഡ്രാഫ്റ്റ് ലൈക്ലി ഇമെയിൽ. അതുപോലത്തെ ഒരു ഇമെയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്കാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് 6 മാർക്ക് നേടാൻ അതിന്റെ ഫോർമാറ്റ് പഠിക്കണം. ഏത് ചാപ്റ്ററിൽ നിന്നും ആ ഒരു ഇമെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുക. സപ്പോസ് ഒരു ആൻസർ കാണിക്കാം, എക്സ്ട്രാ ക്വസ്റ്റ്യൻ തരാം ഫോർ ദ പ്രാക്ടീസ്. നോക്കിക്കോ, പിടിച്ചോ. ഓക്കെ, ആദ്യം തന്നെ ടു അഡ്രസ് എഴുതണം. ടു ആർക്കാം? നമ്മുടെ ഫ്രണ്ട് അല്ലേ, നമുക്ക് ഫ്രണ്ടിന് ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ, anu@gmail.com. ഓക്കെ, ഫ്രണ്ടിന്റെ പേര് കൊടുക്കാം. @gmail എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലുക്ക് പോയി. ഓക്കെ, ഏതായാലും @gmail കൊടുക്കാം. ഇങ്ങനെ ഒരു സാധനം കൊടുക്കുക, @gmail.com. കാരണം എന്താ അറിയോ, ഇത് ഇമെയിൽ ആണെന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അല്ലാതെ ഒരു ഇമെയിൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ടൂവും ഫ്രോമും സബ്ജക്റ്റ് ഒക്കെ എവിടെ ഉണ്ടാവും? ലെറ്ററിൽ ഉണ്ടാവും. ഫ്രം ആരാ? നിങ്ങളുടെ പേര്. ഞാനിപ്പോൾ JD എന്ന് എഴുതി. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവില്ല കേട്ടോ, ഇതിൽ സ്മോൾ ലെറ്റർ മാത്രമേ ഉണ്ടാവുക. ഇമെയിൽ ID JD@gmail.com എന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, യെസ്. സബ്ജക്റ്റ് എന്താണ് സബ്ജക്റ്റ്? നമുക്ക് ആ സബ്ജക്റ്റ് എവിടെ നിന്ന് കിട്ടടാ? യെസ്, ഇവിടെ നിന്ന് കിട്ടും. ഇൻസൈറ്റ് യു ഗെയിൻഡ് ഫ്രം ദ സ്പീച്ച്. ഇൻസൈറ്റ് ഐ ഗെയിൻഡ് sharing the insight I gained from Selma Lagerlof's സ്പീച്ച്. അങ്ങനെ കൊടുത്താൽ മതി. സിമ്പിൾ. എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. നമുക്ക് എന്തിനാണോ ഡയറി എഴുതുന്നത്, മീൻസ് ആക്ച്വലി ഈ ഒരു ലെറ്റർ എഴുതുന്നത്, ഈ ഒരു ഇമെയിൽ എഴുതുന്നത്, അതാണ് ആക്ച്വലി അതിന്റെ മെയിൻ കോർ സാധനമാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ആ ഒരു സബ്ജക്റ്റിൽ എഴുതേണ്ടത്. എന്നിട്ട് സാല്യൂട്ടേഷൻ എന്താണ്? ഡിയർ ഫ്രണ്ട് ആണല്ലോ, ഡിയർ അനു എന്ന് കൊടുത്താൽ പോരെ? സിമ്പിൾ. അതുപോലെ തന്നെ ബോഡിയിൽ എന്താണ്? ബോഡിയിൽ ഇതൊരു എന്താ പറയുക, നമ്മളൊരു ഫ്രണ്ടിനെ അയക്കുന്നതായതുകൊണ്ട് നമുക്ക് അവളോട് വിശേഷം ചോദിക്കാം. അതിനുശേഷം ഞാനിങ്ങനെ ഒരു ബുക്ക് വായിച്ചു, കിടിലം ബുക്കിൽ എന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ ബുക്കല്ല സ്പീച്ച് കണ്ടു. സ്പീച്ചിൽ സെൽമാ ലാഗ്രോഫ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർക്കുണ്ടായ ആ ഒരു ഇൻസൈറ്റ്, അത് നമുക്ക് എന്തൊക്കെ ഫീലിംഗ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ തോട്ട്സ് ആണ് അതിൽ കിട്ടിയത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. വേറെ ഏതെങ്കിലും ചാപ്റ്റർ ആണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ ഒരു ഹാഫ് ഡേയിൽ നിന്നുള്ള ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാപ്റ്റർ ആണെങ്കിലും ആ സിറ്റുവേഷൻ വരച്ചിട്ട് അവർക്കുണ്ടാകുന്ന ഫീലിങ്സ് അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് ക്ലോസിംഗിൽ വിത്ത് ലവ്ന്നോ യോ ഫെയ്ത്ത്ഫുള്ളിന്നോ എന്നോ എഴുതി കൊടുക്കാം. എന്നിട്ട് നെയിം ഓഫ് ദ സെന്റർ ആരാ? ഫ്രം ആരാ? JD. അതങ്ങോട്ട് എഴുതി കൊടുക്കാം. ഫ്രമിൽ ആരാണോ അഡ്രസ് ഉള്ളത് അല്ലെങ്കിൽ ഇമെയിൽ ID ഉള്ളത് അയാളുടെ പേര് തന്നെ ഇവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലിന്റെ ഫോർമാറ്റ് സെറ്റ് ആണ്. സപ്പോസ് ഒരു ആൻസർ അല്ലേ, അത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കണ്ടോ, 6 മാർക്ക് കിട്ടാൻ പോണേ. ടു friend@gmail.com. ഞാൻ ഫ്രണ്ട് എന്നാണ് കൊടുത്തത്. എന്തെങ്കിലും ABCD എങ്കിലും @gmail.com നിങ്ങൾ എക്സാം ഹാളിൽ ഇത് സെറ്റ് ആക്കിയിടുക. എക്സാം ആൻസർ പേപ്പറിൽ ഫ്രം JD@gmail.com. ഇൻസൈറ്റ് ഫ്രം സെൽമാ ലാഗ്രോഫ് സ്പീച്ച്. സെൽമാ ലാഗ്രോഫിന്റെ സ്പീച്ച് കേട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകളാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതോ ബുക്ക് വായിച്ചോ അല്ലെങ്കിൽ സ്പീച്ചിലോ ഉള്ള ആ ഒരു സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. അത് സബ്ജക്റ്റ് ഉണ്ടായിരിക്കുക. ഡിയർ ഫ്രണ്ട് എന്ന് കൊടുത്തു അല്ലേ, അല്ലെങ്കിൽ പേര് വിളിക്കാം. ഡിയർ എന്തെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേര് വിളിക്കാം. I recently read Selma Lagerlof's speech. ഞാൻ അടുത്ത് ഈ സെൽമാ ലാഗ്രോഫിന്റെ സ്പീച്ച് കണ്ടു. ഡെപ്റ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു സ്പീച്ച് കണ്ടേ. ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ ഡീപ്ലി. എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചത്. ഷി സ്പീക്സ് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് മണി. നന്ദി ചെയ്യുക എന്നുള്ളത്, പണം കൊടുക്കുക അല്ലെ. നമ്മുടെ പാരന്റ്സിന് കുറെ പണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വളർത്തിയതിനുള്ള ആ ഒരു സംഭവം തിരിച്ചു കൊടുക്കലാകാം. നോ, ബട്ട് ആസ് അപ്രീസിയേഷൻ ഓഫ് കൈൻഡ്നെസ്. അവരുടെ ദയക്ക് വേണ്ടിയിട്ടും അവരോടുള്ള അപ്രീസിയേഷൻ, അവരും ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ പറയണം അല്ലെ. അതുപോലെ തന്നെ കൈൻഡ്നെസ്, എൻകറേജ്മെന്റ് ആൻഡ് ഇൻസ്പിറേഷൻ ഫ്രം പീപ്പിൾ. ഇതൊക്കെ നമ്മൾ നന്ദി കടപ്പെട്ടവരാണ് അല്ലെ. അപ്രീസിയേഷൻ ഫോർ ദ കൈൻഡ്നെസ്, അതുപോലെ തന്നെ എൻകറേജ്മെന്റ്, ധൈര്യം തന്നു. ഇൻസ്പിറേഷൻ നമ്മൾ ജനങ്ങളിൽ നിന്ന് നമുക്ക് കുറെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. നേച്ചർ
നേച്ചർ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്താക്കിയിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് ചെയ്യേണ്ടതുണ്ട്. ഷീ റിമൈൻഡ്സ് us that our success is never ours alone. സക്സസ് എന്ന് നമ്മൾ വലിയ ഉന്നതങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ എഫേർട്ട് കൊണ്ട് മാത്രമാണോ? നമ്മുടെ പാരൻസ് ഇല്ലേ, നമ്മുടെ ഫാമിലി ഇല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലേ, ഇവരൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ 1ാം സ്ഥാനം ക്ലാസ്സിൽ എത്തുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ താഴെ ആയതുകൊണ്ടല്ലേ. ഓക്കെ, അതൊരു സപ്പോർട്ടാണല്ലോ അല്ലേ. ഓക്കെ, ഏതായാലും ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ ദ ലവ്. ഇത് ഈ ഒരു സക്സസ് എന്നുള്ളത് ഷേപ്പായി വരുന്നത് അല്ലെങ്കിൽ സക്സസ് ആയി വരുന്നത് സ്നേഹം കൊണ്ടാണ്, സപ്പോർട്ട് കൊണ്ടാണ്, സാക്രിഫൈസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ത്യാഗം കൊണ്ടാണ് അല്ലേ. നിങ്ങൾ പഠിച്ച് പാസ്സായി വലിയവരായാൽ നമുക്ക് സന്തോഷാടാ. ഇറ്റ്സ് മെയ്ഡ് മീ റിയലൈസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു അക്നോളജ് ആൻഡ് താങ്ക് എവ്രി വൺ ഹു ഹാസ് ഹെൽപ്ഡ് us in any way. നമ്മൾ ഏതെങ്കിലും നിലക്ക് സഹായിച്ച ആൾക്കാരോട് നന്ദി ചെയ്യൽ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ബിഗ് ഓർ സ്മോൾ, ചെറുതാവട്ടെ വലുതാവട്ടെ. ട്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ഗോസ് ബിയോണ്ട് മെറ്റീരിയൽ തിങ്സ്. സാധനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ വസ്തുക്കൾ കൊടുക്കുക, അല്ലെങ്കിൽ പണം കൊടുക്കുക, അങ്ങനെ മെറ്റീരിയൽ തിങ്സിനെക്കാട്ടിലും അപ്പുറത്താണ് യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്നുള്ളത്. ഇറ്റ്സ് അബൌട്ട് വാല്യൂയിങ് ദ ഗുഡ്നെസ് വി റിസീവ്. നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. വിത്ത് ലവ് ചെയ്യടി, അവിടെ വിത്ത് ലവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യോ ഫെയ്ത്ത്ഫുള്ളി, വിശ്വസതയോടെയോ അല്ലെങ്കിൽ ട്രസ്റ്റ് വേർഡ്സ്ലി എന്നൊക്കെ നമുക്ക് എന്താക്കാം കൊടുക്കാൻ പറ്റും. തൽക്കാലം വിത്ത് ലവ് ഫ്രണ്ട് ആയതുകൊണ്ട് വിത്ത് ലവ് കൊടുക്കാം. യെസ്, ഫ്രം ആരാ? ജെ ഡി അല്ലേ? അതേ ജെ ഡിനെ താഴത്തോട്ട് എഴുതി വെച്ചാൽ മതി. ഡയറി അല്ല, ഇമെയിൽ സെറ്റ് മച്ചാമാരെ 6 മാർക്കിനാണ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു ഇമെയിൽ. സപ്പോസ് നിങ്ങൾ ഒരു പ്രാക്ടീസ് വേണ്ടേ, ഇതാ ഒരു ഇമെയിൽ. ജീന മോൾഫെ കൺഗ്രാറ്റുലേറ്റിംഗ് ഹർ ഓൺ അച്ചീവ്മെന്റ്. ഈ ജീന മോൾഫയ്ക്ക് ഡയറക്റ്റ് നമ്മുടെ ജീന മോൾഫയുടെ ബന്ധമല്ല, നമ്മളെ ഫ്രണ്ടിനോട് അയക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജീന മോൾഫയ്ക്ക് എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു മെയിൽ അയക്കാം. അത് നിങ്ങൾ ചെയ്തു വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു കാര്യം, ഇതുപോലെ ധാരാളം ഡിസ്കോഴ്സുകൾ ഒന്ന് ചെയ്യാനുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, ഡയറി ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആക്കിയാലോ. ഇന്ന് രാത്രി കൃത്യം 7:30 ഒരു മെഗാ മാരത്തോൺ ഉണ്ട്. NFKയും ഞാനും വരുന്നുണ്ട്. ഫുൾ ചാപ്റ്ററും ഫുൾ കാര്യങ്ങളും സെറ്റ് ആക്കി, നരേഷൻ ആവട്ടെ, ഗ്രാമർ ടോപ്പിക്സ് ആവട്ടെ, എല്ലാം സെറ്റ് ആക്കാൻ വരുന്നുണ്ട്. മിസ് ചെയ്യരുത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് മാരത്തോണിൽ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ എന്താക്കുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറന്നുപോയത്, കാരണം അവരും പാസ്സാവട്ടെ. ഗ്രാറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. നമുക്ക് മറ്റൊരു വീണ്ടും കാണാൻ വേണ്ടി ബൈ. താങ്ക് യു. ലവ് യു ഓൾ.